ഞാനിടുന്നത് അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ അപ്പത്തെ ആ ഒരു മെന്റൽ സിറ്റുവേഷനിൽ ഇറങ്ങി പോയതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റതാണ്. ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എന്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും. അതെ. ഹായ് ഗൈസ്, റീസെന്റ് ഞാനിട്ട വീഡിയോയില് കുറച്ച് ചീത്തവിളി കേട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അരുണിമേന്റെ വീഡിയോ. ഞാൻ ആ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ അരുണിമ സപ്പോർട്ടറാണ്, ഞാൻ അരുണിമേൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്, ഞാൻ അരുണിമേൻ്റെ വീഡിയോസ് കാണലുള്ളതാണ്. ആൻഡ് അരുണിമേൻ്റെ ചാനലിലെ കുറേ കണ്ടൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ആഫ്രിക്കൻ വ്ളോഗ്. അപ്പം എനിക്കിതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ റാൻഡംലി വീഡിയോ കണ്ട സമയത്താണ് ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ആ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒപ്പീനിയൻ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കണ്ടന്റ് റിലേറ്റ് ചെയ്ത് നമ്മളൊരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് കരുതി നമ്മൾ അയാൾക്ക് എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ അയാളെ ചീത്ത പറയുകയോ അയാളെ തെറി വിളിക്കുകയോ അല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്ക് പോസിറ്റീവ് കമൻറ്റും വരുന്നുണ്ട്, നെഗറ്റീവ് കമൻറ്റും വരുന്നുണ്ട്. എന്ന് കരുതി പോസിറ്റീവ് മാത്രമേ വരാൻ പാടൂ, നെഗറ്റീവ് മാത്രമേ വരാൻ പാടൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇപ്പോൾ ട്രാവൽ വ്ളോഗാണ് അരുണിമ ചെയ്യുന്നത്, അന്നേരം ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, സ്കിൻ കെയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഈസ് എ മിക്സ്ചറാണ്. അതിൽ ഫാമിലി വ്ളോഗ് ഉണ്ടാവും, ട്രാവൽ വ്ളോഗ് ഉണ്ടാവും, സ്കിൻ കെയർ ഉണ്ടാവും, ബ്യൂട്ടി കെയർ ഉണ്ടാവും, മോട്ടിവേഷണൽ ടോപ്പിക് ഉണ്ടാവും, റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാവും, അവയർനെസ് ക്രിയേഷൻ ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അത് ഡിപ്പെൻഡ് ഓൺ മൈ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നിങ്ങളിങ്ങനെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ഫുള്ളങ്ങ് കൊല്ലുന്ന രീതിയിലാണ് ചില കമൻസൊക്കെ. ഫൈൻ, ഐ റെസ്പെക്റ്റ്, നിങ്ങളുടെ വാക്കുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം അരുണിമേൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ വലിച്ചു വാരിയൊന്നും പറയുന്നില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അരുണിമ അമേരിക്കയിൽ ട്രിപ്പ് പോയി. അവിടെ അരുണിമേനെ ഒരാൾ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. പേഴ്സൻ്റെ പേരറിയായിരിക്കും, ജോർജ്. അങ്ങനെ ഒരു ദിവസം രാത്രി ആ വീട്ടുകാർ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വീട്ടിലോട്ട് മാറണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് മാറണം എന്ന് അരുണിമേനോട് പറയുന്നു. ഓട്ടോമാറ്റിക്കലി അരുണിമ അവിടുന്ന് കരഞ്ഞ് വിളിച്ച് പുറത്തു പോയി ആ വീട്ടുകാർക്ക് എഗെയിൻസ്റ്റ് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു. വീഡിയോ കണ്ട സമയത്തും ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ നിർത്താൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ മാന്യമായിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇറങ്ങിപ്പോവുക. അതിനെന്നെ പലരും തേജോവധം ചെയ്തെങ്കിലും അരുണിമ തന്നെ അരുണിമേൻ്റെ വീഡിയോയിൽ വന്നിട്ട് മാപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം അരുണിമയ്ക്ക് തന്നെ മനസ്സിലായി ഞാൻ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് ആൾ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞു. അരുണിമ ഇറങ്ങിപ്പോയതാണ്, എന്നെ ഇറക്കി വിട്ടതല്ല. ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എന്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും. അതായത് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നു, അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. കാരണം ഞാൻ ഇറക്കി വിട്ടു എന്ന് അവിടെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല. എന്റെ വായനെല്ലാം പുക പോകുന്നുണ്ട്. അതായത് അപ്പം നിങ്ങൾ ഈ അരുണിമ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ അരുണിമേനെ ഫേവർ ചെയ്യുന്ന ആൾക്കാരൊക്കെ അരുണിമേനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറക്കി വിട്ടു എന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ വീഡിയോയിൽ അരുണിമ തന്നെ വന്ന് പറഞ്ഞു, എന്നെ ഇറക്കി വിട്ടതല്ല, ഞാൻ ഇറങ്ങിപ്പോയതാണ്. ക്ലിയർ? കാര്യം മനസ്സിലായല്ലോ? ഇതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. ആ വീട്ടുകാരുടെ സംസാരം, മറ്റേ ആളുടെ സംസാരം, ഇതൊക്കെ കേട്ടാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അരുണിമയുടെ ഈഗോയുടെ പുറത്ത് അരുണിമ ഇറങ്ങിപ്പോയി സംസാരിച്ച കാര്യങ്ങളാണിത്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു, കരഞ്ഞിട്ടാണ് അരുണിമ സംസാരിക്കുന്നത്. നമ്മൾ ഇമോഷണലി ഭയങ്കര വൾണറബിളായി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ വായയിൽ നിന്ന് എന്താ പുറത്തോട്ട് വരിക, നമ്മൾ എന്താണ് കൺവേ ചെയ്യുക എന്നുള്ളത് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അരുണിമ പറഞ്ഞ കാര്യങ്ങൾ എത്ര കറക്റ്റ് ഉണ്ട് അല്ലെ എത്ര സത്യമുണ്ട് എന്നുള്ള അറിയില്ല. ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നതിന് പകരം എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞതാണ് ഇത്രയും വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയത്. ഒരു വേർഡിൻ്റെ ഒരു മിസ്റ്റേക്ക്. അത് പറഞ്ഞ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ട് സംസാരിക്കുക. പോകുന്നുണ്ട്. അതായത് അത്രയും തണുപ്പായതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്ര പെട്ടെന്ന് പറയേണ്ടതെന്ന് അറിയാത്ത രീതിയിലാണ് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആകെ പറഞ്ഞൊരു കളവ് അല്ലെങ്കിൽ ഒരു തെറ്റ്. അല്ലാതെ അത് വലിയൊരു തെറ്റാ. ആ വലിയൊരു തെറ്റിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്രയും വലിയ വിഷയം ഉണ്ടായത്. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്, നല്ല വ്യൂ ഉള്ള ഒരാളാണ്. അപ്പം അരുണിമ എന്ത് വീഡിയോ ഇട്ടാലും പെട്ടെന്ന് തന്നെ ഇത് ആൾക്കാരിലോട്ട് റീച്ച് എത്തും എന്നുള്ളത് അരുണിമയ്ക്ക് തന്നെ അറിയായിരുന്നു. പക്ഷേ ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്തും ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ഇത്രത്തോളം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു, ഇത്രയും ആൾക്കാർ സംസാരിക്കുന്നു, ഞാനൊരു റെക്കോർഡിംഗ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഞാൻ കൺവേ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, അരുണിമേൻ്റെ ഭാഗത്തു നിന്നൊരു ഒപ്പീനിയൻ കേട്ടിട്ടില്ല.
ഇപ്പോഴാണ് അരുണിമ ഒപ്പീനിയൻ പറയുന്നതിൽ അതിൽ അരുണിമ തന്നെ അഡ്മിറ്റ് ചെയ്തു. സന്തോഷം. സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാണ്ട് സത്യസന്ധമായി ഇവിടെ വന്ന് തുറന്നു പറഞ്ഞല്ലോ. ദാറ്റ്സ് എനഫ്. പിന്നെ മനസ്സിലാക്കുക, നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും നമ്മൾ ആ വീട്ടിലോട്ട് ക്ഷണിച്ചാലും അവിടെയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടാം. അതായത് ഏപ്രിൽ 5-ാം തീയതി രാത്രി ഞാൻ ഒരു 11:45 സമയം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഓൾറെഡി എനിക്ക് 2 ഫോണുണ്ട്. അപ്പോൾ ഒരു ഫോണിൽ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഡോറിൽ വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു. അത് പുള്ളിക്കാരന്റെ കൊച്ചുമോളായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു. ആദ്യം എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഇയാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇത് എന്റെ അമ്മയുടെ അച്ഛന്റെ വീടാണ്. അവർ എറണാകുളത്താണ് സെറ്റിൽഡ്. ഈ വീട്ടില് ജോർജ് എന്ന വ്യക്തി റെന്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാണ്ടാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും. ഈ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ച 3 കാര്യങ്ങൾ. ഫസ്റ്റ് തിങ്, അരുണിമ റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ ദേഷ്യത്തിലാണ് അവർ അരുണിമേനോട് റിയാക്ട് ചെയ്യാൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അരുണിമേനോട് വളരെ മോശമായി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? നേരെ കയറി വന്നിട്ട് വാതിൽ അങ്ങ് തുറന്ന് ഉള്ളിൽ കയറി എന്ത് ചെയ്യണം? ഡയലോഗ് പറയണം. ഇത് വളരെ ഡീസൻ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു? വാതിൽ നോക്ക് ചെയ്തു. അരുണിമ പറഞ്ഞു, ഞാൻ വേറൊരു ഫോണിൽ സംസാരിക്കുകയായിരുന്നു, അവിടുന്ന് ഞാൻ എണീച്ച് വന്ന് ഡോർ ഓപ്പൺ ചെയ്തു. അവർ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്താ? നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. നല്ല അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും അത് മോശം പെരുമാറ്റമാണ്. അവർ പറഞ്ഞ എന്താണ്? ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വീടാണ്, ഈ വീട്ടിലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ നിൽക്കുന്നത്, അപ്പോൾ അച്ഛനും അമ്മേൻ്റെയും കൺസെൻ്റ് ഒന്നും ഇല്ലാണ്ടാണ് നിങ്ങൾ ഈ വീട്ടിൽ നിർത്തിയിട്ടുള്ളത്. അപ്പം അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഞാനിവിടെ നിൽക്കുന്നത് എന്തോ ഒരു പ്രശ്നം ഇവർക്കുണ്ട്. അപ്പോൾ പിന്നെ നമ്മളവിടെ കൂടുതൽ ന്യായീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ അടുത്താണ് ഒരാൾ ഇങ്ങനെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് സെക്കൻഡ് ഞാനൊന്ന് ഷോക്കാവും. ഞാൻ അത്യാവശ്യം ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ കുറേ ഇങ്ങനെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആണോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, എന്നെ ഇങ്ങനെ ജോർജ് ഇൻവൈറ്റ് ചെയ്തു, ഞാൻ അതുകൊണ്ട് അവിടെ വന്ന് താമസിച്ചത് എന്ന് വളരെ ഡീസൻ്റായി പറഞ്ഞിട്ട് അവരെന്താണോ പറയുന്നത് അതിനങ്ങ് പുറത്തു പോകും. ഇത്രയേ ഉണ്ടായുള്ളൂ. പക്ഷെ അതിനെ പറഞ്ഞൊരു കാര്യം എന്താണ്? അരുണിമ ഇവിടെ താമസിച്ചിട്ട് അരുണിമയ്ക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ അത് പ്രശ്നമാവുക ആർക്കാണ്? അവർക്കാണ് എന്ന്. അത് കാരണം മേ ബി അരുണിമ വന്നതിന് ശേഷം അരുണിമേൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് അരുണിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഗുഡ് എക്സ്പീരിയൻസും ബാഡ് എക്സ്പീരിയൻസും അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ സ്ഥലവും 100/100 പെർഫെക്റ്റ് ആണ്. ഇൻ കേസ് അമേരിക്കയിൽ പോയിട്ട് അരുണിമയ്ക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻ വരിക ആർക്കാണ്? ഇവർക്കാണ്. ഇവരാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ പേരിൽ പുറകെ വരണത്. അപ്പോൾ അവർ മാക്സിമം കരുതുക എന്താണ്? 2-3 ദിവസം ഇവിടെയൊക്കെ നിന്നില്ലേ, ഇനി മെല്ലെ വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ, വേറെ ഏതെങ്കിലും സ്ഥലം എക്സ്പ്ലോർ ചെയ്തോട്ടെ, അങ്ങനെയാണെങ്കിൽ വലിയ വിഷയമൊന്നും ഞങ്ങൾക്ക് വരില്ലല്ലോ എന്നൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും ഇവർ വന്ന് പറഞ്ഞത്. US എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ. അവർ വളരെ വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറയുന്ന കാര്യം റെസ്പെക്റ്റ് ചെയ്യാം. ഒരാളുടെ വാക്ക് കേട്ട് ആ വീട്ടിൽ കയറരുത്. കയറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഇത് പറയുമ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ വീടാണ്, എത്രയൊക്കെ ആണെങ്കിലും അവരുടെ വീടാണ്. അപ്പോൾ അവരുടെ വീടാകുമ്പോൾ അവരിങ്ങനെ ഒരു ഇഷ്യൂ പറയുന്ന സമയത്ത് ഓക്കെ ഫൈൻ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ, നിങ്ങൾക്ക് അറിയുന്ന വല്ല ഹോട്ടൽസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വല്ല സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ടോ, അതൊന്ന് സജസ്റ്റ് ചെയ്യാമോ, ഞാൻ നാളെ അങ്ങോട്ട് മാറാം. വിഷയം കഴിഞ്ഞു. ദർ ഇസ് നത്തിങ് ഇൻ ദാറ്റ്. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങണം എന്നാണോ പോണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അല്ല, നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ, അതായത് അന്നത്തെ ദിവസം 5-ാം തീയതിയാണ്, മൺഡേ അതായത് ശനിയാഴ്ചയാണ്. അപ്പോ അതായത് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പോൾ ശനിയാഴ്ച അതായത് 12 മണി 6-ാം തീയതി 7-ാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച, 7-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്, ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട്, ഞാനപ്പോൾ അതിൽ പോകുമെന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഇല്ല, നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലൊരാൾ വന്ന് താമസിക്കുക, അപ്പം ഒരു 100 ഡിസ്കഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയാൾ വന്ന് നമ്മളുടെ അടുത്ത് പറയുക നിങ്ങൾ ഇന്നൊരു സ്ഥലത്തോട്ട് മാറി താമസിക്കണം. അത് കേട്ടാൽ ആ സെക്കൻഡോ അല്ലെങ്കിൽ നാളെയോ അവിടുന്ന് മാറുക എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. എനിക്ക് മറ്റന്നാൾ ഫ്ലൈറ്റ് ഉണ്ട്, മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ പോയിക്കോളാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നിൽക്കുന്നതിൽ താല്പര്യമില്ല, അതുകൊണ്ടാണ് അവർ വന്ന് പോകാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സാധനം പറഞ്ഞുമ്പോൾ ഉദ്ദേശിച്ചത് ഈ വീഡിയോൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുമ്പോൾ കൺവേ ചെയ്യുന്ന ഒരു സാധനം അതാണ്.
ഞാൻ വ്യാഴാഴ്ച വന്നു, വെള്ളിയാണ് എന്നോട് പറയുന്നത് ശനി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എനിക്ക് ലൈക്ക് മൺഡേ മോർണിംഗ് എങ്ങാനും എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, അപ്പം അതിന് പോയാൽ പോരെ എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർ വ്യക്തമായി പറഞ്ഞു നാളെ പോയി റൂം കണ്ടുപിടിക്കുക, ദെൻ ഗോ. സോ ദാറ്റ്സ് ഇറ്റ്. അവിടെ പിന്നെ നമ്മൾ അതിനെ വാദിക്കേണ്ട ആവശ്യമില്ല, നമുക്കവിടെ വാദിക്കാനുള്ള അവകാശമില്ല. വിളിച്ചിട്ടാണ് വീട്ടിൽ വരുന്നതെങ്കിലും വീട്ടുകാർ പോകണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പോയേ പറ്റൂ. അവിടെ അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവർ ഇത്രയേ പറയുന്നത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങളോട് ചോദിക്കാണ്ടാണ് നിന്നത്, ഞങ്ങൾക്കൊരു ഇഷ്ടക്കുറവുണ്ട് എന്ന രീതിയിൽ അവർ പറഞ്ഞു. മേ ബി ആ ഇഷ്ടക്കുറവ് അല്ലെ നിങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു സാധനമായിരിക്കാം ആ മൊമെൻറ്റിൽ ആൻമേരിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ ഈഗോനെ ബാധിച്ചിട്ടുണ്ടാവുക. അതാണ് ആൻമേരി ആ സെക്കൻഡ് പറഞ്ഞ് ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല. എങ്ങനെയൊക്കെ വന്നതാണെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒരാൾ പോകണമെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ നമ്മൾ പറഞ്ഞിട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. വീണ്ടും 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 ഞാൻ പറയുകയാണ്, എനിക്ക് ഈ ഒരു ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ താഴെ എത്ര നെഗറ്റീവ് കമൻസ് വന്നാലും എന്നെ ചീത്ത പറഞ്ഞാലും തെറി വിളിച്ചാലും ഞാൻ ഇത്രയേ പറയും. ഒരു 10 ആളുടെ വീട്ടിലോട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരാൾക്കെങ്കിലും ഞാൻ നിൽക്കുന്നതിൽ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ട് എന്നവർ കൺവേ ചെയ്ത് എൻ്റെ അടുത്ത് ഒരാൾ മുഖത്ത് നോക്കി പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഞാൻ പിന്നെ വീഡിയോ കൂടെ അത് പ്രസൻറ്റ് ചെയ്യില്ലേ എന്ന് വെച്ചാൽ ഡിപ്പെൻഡാണ്. ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും പ്രസൻറ്റ് ചെയ്യില്ല. ഞാൻ വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നു, അവർക്കൊരു ഇൻകൺവീനിയൻസ് വന്നുകൊണ്ട് ഞാൻ മാറി ഇപ്പോൾ ഇന്ന സ്ഥലത്താണ് ഞാൻ റൂം എടുത്തത് എന്നേ ഞാൻ പറയും. കാരണം എനിക്ക് പറയാൻ പറ്റില്ല എന്നെ ഒരാൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പം എനിക്ക് ഇതേ ചോദ്യമാണ് വരും, എന്നോട് ആരവിടെ പോയി നിൽക്കാൻ പറഞ്ഞേ, നിനക്ക് പൈസ ഇല്ലേ, നിനക്ക് ഹോട്ടലില്ലേ, റൂമില്ലേ, നീ ആ കാര്യം സെറ്റാക്കണ്ടേ എന്നേ ചോദിക്കും. ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ്, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഗ് പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടോ ഒന്നിനും ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല. ഈ ഡിസ്റെസ്പെക്ട് പറയാനുള്ള ഒരു കാരണം എന്താ അറിയോ, ഭയങ്കര കൾച്ചറൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ കേരള സംസ്കാരവും പുറമെയുള്ള സംസ്കാരവും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും പുറമെയുള്ള സംസ്കാരവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഫോറിനേഴ്സിനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരോട് മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അവരുടെ ഒരു റെസ്പെക്റ്റ്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം, ഞാൻ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് കൊണ്ടുപോയിരിക്കും, മോളെ ഈ നമ്മുടെ പാട്ടവയൽ ബസ് ഏടിയാ ഇവിടെ ചേച്ചി അബ്ബാസാന്ന് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ തൊട്ടടുത്തുള്ള കടയിലുള്ള ആളോട് ചോദിച്ചിട്ട് ഞാൻ പറയും ചേച്ചി അബ്ബാസാണ് കേട്ടോ, കയറി കണ്ടക്ടറോട് പറഞ്ഞാൽ മതി എന്ന് പറയും. ഒറ്റ പോക്ക. പിന്നെ പാട്ടവയിൽ ബസ് നാട്ടിലെത്തിയാൽ പോലും ചേച്ചി തിരിഞ്ഞു നോക്കില്ല. ചില ഫോറിനേഴ്സ് കാണുമ്പോൾ വരും, വേറിഷ് കുരുവാറ്റീവ്, വേറിഷ് ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പേര് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി കയറി വണ്ടീൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം നോക്കി എനിക്ക് ടാറ്റ തന്നിട്ട് പോകുന്ന ആൾക്കാരാണിത്. അപ്പോൾ ഇവർക്ക് നമ്മളുടെ കൾച്ചർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ വാടാ പോടാ ഡാ എന്നൊക്കെ വിളിക്കും. അത് അവർക്ക് ഭയങ്കര അരാജകത്വം, അവർക്കിത് ഭയങ്കര ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞുമ്പോൾ ഇവിടെ കിടന്ന് ഈ എന്താണ് ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല എന്നൊക്കെ ഇമോഷൻ്റെ പുറത്ത് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ആ ഫേസ് എക്സ്പ്രഷൻ മാറ്റി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അത് തോന്നും. പക്ഷെ എനിക്കറിയില്ലല്ലോ, അതായത് ആളെന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ആണോ എന്ന് ചോദിച്ചു. ഫാമിലി ആണ്, എനിക്ക് ഫാമിലിയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് മാത്രം പറഞ്ഞു. ദാറ്റ് വാസ് യുവർ മിസ്റ്റേക്ക്. ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് കൂടാൻ പോകുമ്പം ചിലപ്പോൾ ഇപ്പം എന്നെ വിളിക്കുക എൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ ആയിരിക്കും. അപ്പം ഞാൻ ചോദിക്കടി വീട്ടുകാരെ ഓക്കെ അല്ലേ, അവർക്കിപ്പോൾ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് പ്രോഗ്രാമോ അല്ലെങ്കിൽ പുറമേ നിന്ന് ഗസ്റ്റ് വരും, ഇതൊന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിലേ വരും. അത് നമ്മളുടെ ഒരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അത് ചോദിച്ചില്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് വാസ് യുവർ മിസ്റ്റേക്ക്. എനിക്ക് എന്തായാലും എന്റെ ബോയ് ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, അതായത് എന്നെ ഹോസ്റ്റ് ചെയ്ത് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയാ, ആളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വേണം നീ ഇറങ്ങി പോവാൻ, അല്ലേ നീ കാണിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി ഉറങ്ങുമായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആള് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്, എന്തായാലും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട്, ജോർജിനോട്. അപ്പൊ ആള് പറഞ്ഞു എവിടെ പോണു, രാത്രി എന്താ പറ്റിയ, എന്താ ഉണ്ടായി, ഇപ്പൊ പോവാൻ പറ്റില്ല, രാത്രി ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല. ബോയ് ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു സാധനം, ബോയ് ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു സാധനം, ഇറ്റ് വാസ് റൈറ്റ്. കാരണം പോകുന്നതിന് മുമ്പ് വളരെ മാന്യമായിട്ട് ജോർജിൻ്റെ അടുത്ത് പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോവുക, അത്രയേ ആ പുള്ളിക്കാരന് ഉദ്ദേശമുള്ളൂ. അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇൻസ്റ്റഡ് അയാളെ വിളിച്ചിട്ടും ഞാനിതൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു നെഗറ്റീവാണ്. അപ്പോൾ ഈ ജോർജിന് അറിയാം US റൂൾസ് ആൻഡ് റെഗുലേഷൻ.
ഇപ്പം രാത്രി ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോവുക, അതും അവൾ ഈ രീതിയിൽ ഇമോഷണലി പറഞ്ഞ് കരഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു പ്രശ്നം വരുമെന്ന് അറിയുന്നത് കൊണ്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് ഈ നൈറ്റ് പോകണ്ട, ഈ നൈറ്റ് പോകണ്ട, ഈ നൈറ്റ് പോകണ്ട. അത് കോമൺ സെൻസിൽ ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ അവരൊരു വീഡിയോ എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തൊക്കെ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്താ പറയാ, തിങ്കളാഴ്ച പോയാൽ മതി എന്നാണ് പറയുന്നേ എന്നാ പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഇങ്ങനെ ഒരു ഇൻസിഡന്റേ അവിടെ ഉണ്ടാവില്ലോ. തിങ്കളാഴ്ച ഓൾറെഡി ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു, അപ്പൊ പോവുകയാണെങ്കിൽ പിന്നെ നാളെ പോയാൽ മതി എന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. ഇവിടെയാണ് ഞാൻ പറയുന്നത് അരുണിമേന്റെ കുഴി അരുണിമ തന്നെ തോണ്ടിയിരുന്നു. ആ വീഡിയോ അവർ പ്ലാൻ ചെയ്തതോ ക്രിയേറ്റ് ചെയ്തതോ അല്ല. ആ പർട്ടിക്കുലർ മൊമെന്റിൽ നടന്ന ഇൻസിഡന്റ് അവർ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പം ലൈവായി നടക്കുന്ന ഒരു കോൺവെർസേഷനാണത്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് മൺഡേ പോയാൽ മതി, മൺഡേ പോയാൽ മതി, മൺഡേ പോയാൽ മതി. അപ്പം പിന്നെന്തിനാ ഇവിടെ വന്ന് പറയുന്നത് മൺഡേ പോയാൽ മതി എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അവർ പറഞ്ഞാൽ അതിൽ കേട്ടല്ലോ മൺഡേ പോയാൽ മതി എന്ന്. ജെനുവിൻലി ഈ വീഡിയോ ബാക്കി ഭാഗങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കാണണം എന്നുള്ളവർക്ക് അരുണിമേൻ്റെ ചാനലിൽ പോയി കാണാം. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അരുണിമേനെ ഈഗോനെ ഹേർട്ട് ചെയ്തു. ഈഗോ ഹേർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത്. ഇനി അവർ പറഞ്ഞത് തെറ്റാണെങ്കിലും അല്ലെ അവർ പറഞ്ഞ രീതി തെറ്റാണെങ്കിലും അവർ ഉദ്ദേശ പ്ലോട്ട് തെറ്റാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരെ വീട്ടിൽ നിന്ന് അവരിറങ്ങിപ്പോകാൻ പറയുന്ന സമയത്ത് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്. അവിടെ വേറെ അതിഥി ദേവോ ഭവയോ വിളിച്ചു വരുത്തിയതോ അല്ലെങ്കിൽ കൊണ്ടുപോയതോ ഒന്നും ഇവിടെ ബാധകമായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, സോ ഇതേ ഈ വിഷയത്തെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൂ. ഇനി ബാക്കി കമൻറ്റുകാരുടെ കയ്യിലോട്ട് ഞാൻ വിട്ടു തരികയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് കരുതി ഞാൻ അയാൾക്കെതിരെയോ അല്ലെ അയാളെ മോശമായി കാണിക്കാനോ ഒന്നും വേണ്ടി ചെയ്യുന്നതല്ല. ജനറലി വരുന്ന ഒരു ടോപ്പിക്കിൽ എൻ്റെ അഭിപ്രായം എന്താണോ ഞാൻ അതിവിടെ കൺവേ ചെയ്യുന്നു. അതോടുകൂടി ആ വിഷയം അവിടെ തീരുന്നു, അത്രയേ ഉള്ളൂ. സോ അതിനെ അതായി മാത്രം കാണാൻ ശ്രമിക്കാം. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡു സബ്സ്ക്രൈബ്, പിന്നെ ലൈക്കും അടിച്ചാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.